സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ പണം സർക്കാർ മുൻകൂറായി നൽകണമെന്ന് KSRTC ആവശ്യപ്പെട്ടു. മാസാവസാനം പണം നൽകാനുള്ള തീരുമാനം ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കും. ഇന്ധന സബ്സിഡി അടക്കം പ്രതിസന്ധിയിലാകും. ധനവകുപ്പുമായി ഗതാഗത വകുപ്പിന്റെ ചർച്ച ഉടനുണ്ടാകും. അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട്, നിലവിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ അത് എങ്ങനെയെങ്കിലും മാറ്റി മുന്നേറണമെന്നുള്ളത് UDF സർക്കാരിനെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയുണ്ടാകും, തീരുമാനമുണ്ടാകും, അല്ലേ? തീർച്ചയായും ഇതൊരു ക്ഷേമ പദ്ധതിയാണ് ശ്രീജ. കാരണം സർക്കാർ ഇതൊരിക്കലും KSRTCയുടെ തലയിൽ അധികഭാരം വരികയില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇത് UDFും പ്രകടന പത്രികയിൽ പറഞ്ഞ UDFിന്റെ ഏറ്റവും വലിയൊരു ആകർഷണ പദ്ധതി കൂടിയാണ്. ഇന്ദിര ഗ്യാരണ്ടിയിലെ ഏറ്റവും ആകർഷകമായ പദ്ധതിയാണ് ഇത്. സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ക്ഷേമ പദ്ധതി. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചിലവെന്ന് പറയുന്നത് വലിയ ചിലവ് തന്നെയാണ് വരിക. എന്നാൽ അത് സർക്കാർ തന്നെ കണ്ടെത്തുമെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഈ തുക മാസം അവസാനം നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് KSRTC. പക്ഷേ KSRTC പറയുന്നത് അങ്ങനെ നൽകിയിട്ട് കാര്യമില്ല. ആ മാസത്തിൽ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഈ തുക നൽകേണ്ടതുണ്ട്. കാരണം മാസം അവസാനം നൽകുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊരു നഷ്ടത്തിൽ പോവുകയാണ് KSRTC. അപ്പോൾ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൂടി നൽകുമ്പോൾ പ്രതിദിനം ഉണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത് വലിയ തുകയാണ്. അപ്പോൾ ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്നാണ് KSRTC ചോദിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, ഇത് മാസം അവസാനമാണ് ഈ തുക നൽകുകയാണെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനമാകുന്നത് ഇന്ധന സബ്സിഡിയാണ്. ഇന്ധന സബ്സിഡി അടക്കം പ്രതിസന്ധിയിലാകും. അങ്ങനെ വരുമ്പോൾ ഇത് മാസം അവസാനം കൊണ്ടുവരികയാണെങ്കിൽ KSRTC കൂടുതൽ കടക്കണിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ KSRTC CMD അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധനവകുപ്പുമായി ചർച്ച നടത്തുന്നത്. ധനകാര്യം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വകുപ്പ് തന്നെയാണ്. തൽക്കാലം മന്ത്രിതലത്തിലുള്ള ചർച്ചയല്ല, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ചയിൽ ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ മന്ത്രിതലത്തിലൊരു ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും KSRTC മുന്നോട്ട് വെക്കുന്നത് ഈ തുക മുൻകൂറായി തന്നെ വേണം. മാസം അവസാനം തരികയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് KSRTC കൊണ്ട് ചെന്ന് എത്തിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അല്പസമയത്തിനകം തന്നെ ചർച്ച ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി അൻഫിൽട്ട്, സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ പണം സർക്കാർ മുൻകൂറായി നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് KSRTC മുന്നോട്ട് വയ്ക്കുന്നത്.